ഹായ് ഗൈസ്, നിങ്ങളുടെ ചാനലായ സെൻട്രി സിറ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ വെൽത്ത് പാർട്ണർ. എൻ്റെ പേര് മജാണ്. നിങ്ങൾ കാണുന്നത് SM Series 21 PMS ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സാം പാസ് ഫോർ ഷോർ വീഡിയോ ആണ്. ഇന്ന് നാം മോക്ക് ടെസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ചില മോക്ക് ടെസ്റ്റുകൾ ഇവിടെ ഉൾപ്പെടുത്താനാണ് പോകുന്നത്. ഇവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ NSM 21 സീരീസിൽ ആവർത്തിച്ച് വരാറുള്ളവയാണ്. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയട്ടെ, NSM സീരീസ് 21 APMS ഡിസ്ട്രിബ്യൂട്ടർ പരീക്ഷയുടെ മുഴുവൻ പാഠ്യപദ്ധതിയും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ 12 അധ്യായങ്ങളുണ്ട്. ഞങ്ങൾ 12 അധ്യായങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഓരോ അധ്യായത്തിനും പ്രത്യേകം വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പ്ലേലിസ്റ്റ് ആക്സസ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ വിവരണത്തിലും നൽകും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. NSM സീരീസ് 21 APMS ഡിസ്ട്രിബ്യൂട്ടർ പരീക്ഷയുടെ ചില മോക്ക് ടെസ്റ്റുകൾ. നിങ്ങൾ കാണൂ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഈ പ്രധാന ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നവ. ഇവ ആവർത്തിച്ച് പരീക്ഷയിൽ വരാറുള്ള ചോദ്യങ്ങളാണ്. ഇവ ചോദ്യങ്ങൾ തന്നെ പരീക്ഷയിൽ വരും എന്ന് ഉറപ്പിച്ച് കരുതേണ്ടതില്ല. ഇവ വെറും പ്രാക്ടീസ് ഉദ്ദേശത്തിനായാണ്. നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചെയ്തു പോകുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ ഉപദേശിക്കുന്നത് നിങ്ങൾ എല്ലാ 12 അധ്യായങ്ങളുടെയും വീഡിയോകൾ കാണും. കൂടാതെ NSM സീരീസ് 21 PLS ഡിസ്ട്രിബ്യൂട്ടർ പരീക്ഷയുടെ മുഴുവൻ പാഠ്യപദ്ധതിയും വായിച്ച് പഠിക്കണം. അതിനാൽ ഇത് എളുപ്പമുള്ള പരീക്ഷയല്ല. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ വിവരണത്തിൽ നൽകിയിട്ടുണ്ട്. അതും നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് തീർച്ചയായും കാണണം. മുഴുവൻ പാഠ്യപദ്ധതിയും കവർ ചെയ്യണം. കേസ് സ്റ്റഡികളുടെ വീഡിയോയും ഞങ്ങൾ ഉടൻ ഉണ്ടാക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ചെയ്യാം. ചോദ്യങ്ങൾ ചെയ്യുന്നത് നിർബന്ധമാണ്, പക്ഷേ അതിനു മുമ്പ് മുഴുവൻ പാഠ്യപദ്ധതി ശ്രദ്ധയോടെ പഠിക്കണം. അതിനാൽ നമുക്ക് തുടക്കം കുറിക്കാം. തുടങ്ങാം. ഈ മോക്ക് ടെസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് 50 ചോദ്യങ്ങൾ പറയാനാണ് പോകുന്നത്. ഈ 50 ചോദ്യങ്ങളിൽ പലതും മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ്. അതിനാൽ നമുക്ക് ചോദ്യങ്ങൾ തുടങ്ങാം. കൂടാതെ ഞാൻ നിങ്ങൾക്ക് വിശദീകരണവും നൽകും. അപ്പോൾ നമുക്ക് ചോദ്യ നമ്പർ 1 നിന്ന് തുടങ്ങാം. സെബി ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് റെഗുലേഷൻസ് ഒരു വ്യക്തിയെ നേരിട്ട് അല്ലെങ്കിൽ പരോക്ഷമായി സെക്യൂരിറ്റികൾ ഫ്രോഡുലന്റ് രീതിയിൽ വാങ്ങാനും വിൽക്കാനും ഇടപാടുകൾ നടത്താനും അനുവദിക്കുന്നില്ല. അതായത് സെബിയുടെ ഈ നിയമം അനുസരിച്ച് ഒരു വ്യക്തി നേരിട്ടോ പരോക്ഷമായോ സെക്യൂരിറ്റി മാർക്കറ്റിൽ വാങ്ങൽ, വിൽപ്പന, ഇടപാട് എന്നിവ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. പുസ്തകത്തിൽ വളരെ എളുപ്പത്തിൽ എഴുതിയിട്ടുണ്ട്. വാങ്ങൽ, വിൽപ്പന, ഇടപാട് എന്ത് പ്രവർത്തനമായാലും അതിൽ നിയമലംഘനം അനുവദിക്കില്ല. ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആക്ട് ഇത് പൂർണ്ണമായും നിരോധിക്കുന്നു. നേരിട്ട് അല്ലെങ്കിൽ പരോക്ഷമായി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പാടില്ല. അതിനാൽ ഉത്തരം D എല്ലാം ആണ്. ഇപ്പോൾ ഈ വിശദീകരണത്തിൽ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു ചോദ്യ നമ്പർ 2. താഴെ പറയുന്ന സ്കീമുകളിൽ ഏതാണ് ഫീച്ചറുകൾ പോലുള്ളത്? ഒന്നാമത്, യൂണിറ്റുകളുടെ തുടർച്ചയായ വിൽപ്പനയും വാങ്ങലും അതിൻ്റെ നെറ്റ് ആസറ്റ് മൂല്യവുമായി ബന്ധപ്പെട്ട വിലകൾ. നിക്ഷേപകൻ ഫണ്ടിൻ്റെ കാലാവധിയിൽ ഏതെങ്കിലും സമയത്തും സ്കീമിൽ പ്രവേശിക്കാനും പുറത്തുകടക്കാനും കഴിയും. സ്കീമിന് നിർദ്ദിഷ്ടമായ താൽക്കാലിക ഇടവേളയില്ല. സ്കീമുകൾ ഓപ്പൺ എൻഡ് സ്കീം, ക്ലോസ് എൻഡ് സ്കീം. ചാപ്റ്റർ നമ്പർ മ്യൂച്വൽ ഫണ്ട്. ഇത് മ്യൂച്വൽ ഫണ്ട് ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓപ്പൺ എൻഡ് സ്കീം എന്നത് അങ്ങനെയുള്ള സ്കീമാണ്. ഇവിടെ തുടർച്ചയായ വാങ്ങലും വിൽപ്പനയും നടക്കുന്നു. നിക്ഷേപകർക്ക് ഏതെങ്കിലും സമയത്തും പുറത്തു കടക്കാം. അതിനാൽ ഇവിടെ 4 ഓപ്ഷനുകൾ ഉണ്ട്: ഇൻ്റർവൽ, ഓപ്പൺ എൻഡ്, ക്ലോസ് എൻഡ്, ഒപ്പം എല്ലാം. ശരിയായ ഉത്തരം ഓപ്പൺ എൻഡ് സ്കീമാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ കൗണ്ടർ പാർട്ടി റിസ്ക് പ്രധാനമായും എങ്ങനെ കുറയ്ക്കുന്നു? ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന ചാപ്റ്റർ 5-ൽ ഡെറിവേറ്റീവ്സ്, അതിൽ നാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ക്ലിയറിംഗ് കോർപ്പറേഷൻ്റെ ഫംഗ്ഷനുകൾ ഈ റിസ്ക് കുറയ്ക്കുന്നു. ഉത്തരം ക്ലിയറിംഗ് കോർപ്പറേഷൻ്റെ ഫംഗ്ഷൻ. നമ്മുടെ ഓപ്ഷനുകൾ: ക്ലിയറിംഗ് കോർപ്പറേഷൻ, കോൺട്രാക്റ്റിലെ പാർട്ടികൾ നൽകുന്ന കോളാറ്ററൈസേഷൻ, 2 പാർട്ടികൾക്കിടയിലെ ഗ്രോസ് അടിസ്ഥാനത്തിൽ സെറ്റിൽമെൻറ്റ്, പൊസിഷനുകളും ട്രേഡിംഗും. ഉത്തരം ക്ലിയറിംഗ് കോർപ്പറേഷൻ്റെ ഫംഗ്ഷൻ. ചോദ്യ നമ്പർ 4. ഡാഷ് എന്നത് ഒരു കേന്ദ്ര ദേശീയ ഏജൻസിയാണ്. സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്വീകരിക്കുകയും പ്രോസസ് ചെയ്യുകയും വിശകലനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് ഉത്തരവാദിത്വം വഹിക്കുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്ക് ഈ വിവരങ്ങൾ നൽകുന്നു. ഏതാണ് ആ ഏജൻസി? സെബി, FIU ഇന്ത്യ, CBA, RBI എന്നിങ്ങനെയാണ് ഓപ്ഷനുകൾ. ശരിയായ ഉത്തരം FIU, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ ആണ്. ഇത് ഒരു കേന്ദ്ര ദേശീയ ഏജൻസിയാണ്. സംശയാസ്പദ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്വീകരിക്കുകയും പ്രോസസ് ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത്.
പോർട്ട്ഫോളിയോ മാനേജർക്ക് ഏത് സംശയാസ്പദ ഇടപാടും 7 ദിവസത്തിനുള്ളിൽ FIവിന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. 7 ദിവസത്തിനുള്ളിൽ ഒരു പോർട്ട്ഫോളിയോ മാനേജർക്ക് പ്രത്യേക ഇടപാടുകൾ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിന് റിപ്പോർട്ട് ചെയ്യണം. ചോദ്യ നമ്പർ 5. ബോണ്ടുകൾ മെച്യൂരിറ്റിക്ക് മുമ്പ് നിർദ്ദിഷ്ട വില നൽകി റിട്ടയർ ചെയ്യാൻ അനുവദിക്കുന്ന ഫീച്ചർ ഏതാണ്? കൺവേർട്ടിബിലിറ്റി, റിഡംപ്ഷൻ, കോൾബിലിറ്റി അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ. അതായത് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ശരിയായ ഉത്തരം സി, കോൾ ഓപ്ഷൻ. നാം നേരിട്ട് പഠിച്ചതാണ് ഫിക്സ് ഇൻകമിൻ്റെ ചാപ്റ്ററിൽ കോൾബിൽ ബോണ്ട് എന്നത്. അതിൽ എമിറ്ററിന് അവകാശമുണ്ട് ബോണ്ടിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ മുഴുവൻ ഭാഗം നിർദ്ദിഷ്ട മെച്യൂരിറ്റി തീയതിക്ക് മുമ്പ് കോൾ ചെയ്യാൻ. കോൾബിൽ ബോണ്ടിന് സുരക്ഷിതവും കൂടിയ നിക്ഷേപ റിസ്ക് ഉണ്ട്. കോൾബിൽ ബോണ്ടുകൾ ഉയർന്ന നിക്ഷേപ റിസ്ക് കാണിക്കുന്നു. ശരിയായ ഉത്തരം കോൾ. ചോദ്യ നമ്പർ 6. ഏത് തരത്തിലുള്ള സുരക്ഷിതവുമാണ് പോർട്ട്ഫോളിയോ മാനേജർ കസ്റ്റമർ ക്ലയൻറ്റിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾ പരിഗണിച്ച് നിക്ഷേപിക്കാൻ അനുവദിക്കുന്നത്? സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. ഇവിടെ പറയുന്ന അഗ്രിമെൻറ്റ് പോർട്ട്ഫോളിയോ മാനേജറും ക്ലയൻറ്റും തമ്മിലുള്ള അഗ്രിമെൻറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ച് ഉൾപ്പെടുന്നു. അതിനാൽ ഉത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ച്. അതിനാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ച് എന്നത് നമ്മുടെ ഔട്ട്ലൈൻ ചെയ്യുന്നത് ആണ് ഏത് തരത്തിലുള്ള സെക്യൂരിറ്റികൾ വരും, ഏത് ഇൻസ്ട്രുമെൻറ്റുകൾ പോർട്ട്ഫോളിയോ മാനേജർ നിക്ഷേപിക്കും എന്നത്. അതിനാൽ ശരിയായ ഉത്തരമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ച്. ചോദ്യ നമ്പർ 7. വ്യവസായങ്ങൾ വളരെ അടുത്തായി പിന്തുടരുന്നു. ജനറിക് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ താരതമ്യം മറ്റ് വ്യവസായങ്ങളുമായി ചെയ്യുന്നു. വ്യത്യസ്ത വ്യവസായങ്ങൾ സൈക്ലിക്കൽ, കൺസ്യൂമർ സ്റ്റേബിൾ, ഡിഫൻസീവ് എന്നിങ്ങനെയാണ്. അതിനാൽ ഉത്തരം സൈക്ലിക്കൽ ആണ്. സൈക്ലിക്കൽ വ്യവസായങ്ങൾ ബിസിനസ് സൈക്കിളിനോട് വളരെ സെൻസിറ്റീവ് ആണ്. കാരണം ഇവയുടെ വരുമാനം സാധാരണയായി സാമ്പത്തിക സമൃദ്ധിയുടെ കാലഘട്ടങ്ങളിൽ കൂടുതലായിരിക്കും. അപ്പോൾ സാമ്പത്തിക ബൂം ഉണ്ടാകുമ്പോൾ ഇവയുടെ വരുമാനം ഉയർന്നിരിക്കും, വ്യാപനവും കൂടും. എന്നാൽ സാമ്പത്തിക ഇടിവ് അല്ലെങ്കിൽ കുത്തനെ കുറയുന്ന സമയങ്ങളിൽ ഇവയുടെ വരുമാനം കുറയും, ചുരുങ്ങലും ഉണ്ടാകും. അതിനാലാണ് സാമ്പത്തികത്തിൽ ബൂം വരുമ്പോൾ ഈ സൈക്ലിക്കൽ സ്റ്റോക്കുകൾ ഉയരുന്നത്. അപ്പോൾ സാമ്പത്തികത്തിൽ കൺട്രാക്ഷൻ അല്ലെങ്കിൽ ഡൗൺ ടൈൻ ഉണ്ടാകുമ്പോൾ ഈ സ്റ്റോക്കുകൾ, സൈക്ലിക്കൽ സ്റ്റോക്കുകൾ, സാമ്പത്തിക പ്രവർത്തനത്തോടൊപ്പം വളരെ അടുത്ത് മാറുന്നു. അതിനാൽ പോർട്ട്ഫോളിയോ മാനേജറും ക്ലയൻറ്റും തമ്മിലുള്ള കരാറിൽ താഴെ പറയുന്നവയിൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് സമീപന മേഖലകളും ക്ലയൻറ്റ് നിശ്ചയിച്ചിട്ടുള്ള ഏതെങ്കിലും നിക്ഷേപ നിയന്ത്രണങ്ങളും പ്രത്യേക കമ്പനിയിൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൽ നിക്ഷേപം സംബന്ധിച്ചുള്ള ഉൾപ്പെടുത്തേണ്ടതാണോ എന്നത് ഉൾപ്പെടണം. BPED കരാറിയും നേരത്തെ അവസാനിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളും നിക്ഷേപ ലക്ഷ്യങ്ങളും നൽകേണ്ട സേവനങ്ങളും എന്നിവയൊക്കെ ഉൾപ്പെടണം. അതിനാൽ ശരിയായ ഉത്തരമാണ് എല്ലാം. ഇനി പോർട്ട്ഫോളിയോ മാനേജറും ക്ലയൻറ്റും തമ്മിൽ ഉണ്ടാകുന്ന ഏത് കരാറിലും ഈ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ ഉത്തരം എല്ലാം ആണ്. ഇവയെല്ലാം ഒരു കരാറിൻ്റെ ഭാഗമായിരിക്കും. ചോദ്യം നമ്പർ 9. സെബി മ്യൂച്വൽ ഫണ്ടുകൾക്ക് വേണ്ടി റെഗുലേഷൻ ഏത് വർഷത്തിലാണ് വന്നത്? അതായത് മ്യൂച്വൽ ഫണ്ടുകളുടെ റെഗുലേഷനുകൾ ഏത് വർഷത്തിലാണ് വന്നത്? 1993, 1994, 2000. എന്നാൽ സെബി മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻ ആക്ട് 1996 വന്നത്. ഇത് പുസ്തകത്തിൽ നേരിട്ട് എഴുതിയിരിക്കുന്നതാണ്. അതിനാൽ ഇതിൽ ഒരു തെറ്റും വരരുത്, ഇതിൽ ഒരു തെറ്റും അനുവദിക്കരുത്. മറ്റൊരു കാര്യം നമുക്ക് ഓർമ്മ വെക്കേണ്ടത് മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻ ഏത് വർഷത്തിലാണ് വന്നതെന്നതാണ്. 1996. ചോദ്യ നമ്പർ 10. പോർട്ട്ഫോളിയോ മാനേജർ ഫണ്ടുകൾ ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാനേജ് ചെയ്യുന്നു. ഇത് നാം 7-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. ഏത് പോർട്ട്ഫോളിയോയാണ് പോർട്ട്ഫോളിയോ മാനേജർ മാനേജ് ചെയ്യുന്നത്? ഫണ്ടുകൾ ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം. ക്ലയൻറ്റ് തന്നെയാണ് നിർദ്ദേശം നൽകുന്നത്. എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്ന് കൃത്യമായി ക്ലയൻറ്റ് പറയുന്നു. അത് ഏത് വിഭാഗത്തിലാണെന്ന്. അപ്പോൾ ഓപ്ഷനുകൾ നോക്കാം. ഡിസ്ക്രിഷണറി, നൺ ഡിസ്ക്രിഷണറി, അഡ്വൈസറി അല്ലെങ്കിൽ എല്ലാം. അതിനെക്കുറിച്ച് ഉത്തരം നൺ ഡിസ്ക്രിഷണറിയാണ്, നൺ ഡിസ്ക്രിപ്ഷണറി. പോർട്ട്ഫോളിയോ മാനേജർമാർ ഫണ്ടുകളും പോർട്ട്ഫോളിയോയും മാനേജ് ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അതിനാൽ പോർട്ട്ഫോളിയോ മാനേജർ അവിടെ തൻ്റെ തീരുമാനങ്ങൾ പ്രയോഗിക്കില്ല. അവന് സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ കഴിയില്ല. വാങ്ങലോ വിൽപ്പനയോ ചെയ്യാനുള്ള അവകാശം അവനില്ല. ക്ലെയിം സംബന്ധിച്ച വിവരണം ചോദ്യം 11 ഒരു പോർട്ട്ഫോളിയോ മാനേജറിന് അപേക്ഷ നൽകുമ്പോൾ സാമ്പത്തിക വിവരങ്ങൾ ഏത് 3 വർഷത്തിനായാണ് സമർപ്പിക്കേണ്ടത്? കറന്റ് വർഷവും അതിനു മുമ്പുള്ള 2 വർഷങ്ങളും, അതായത് കഴിഞ്ഞ 3 വർഷങ്ങൾ. അതിനാൽ ശരിയായ ഉത്തരമാണ് പ്രസീഡിംഗ് 3 years. പോർട്ട്ഫോളിയോ മാനേജറിന് അപേക്ഷ നൽകുമ്പോൾ സാമ്പത്തിക വിവരങ്ങൾ നമുക്ക് നൽകേണ്ടതുണ്ട്.
പ്രൊസീഡിംഗ് 2 വർഷവും കറന്റ് വർഷവും സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചർ, പെയ്ഡ് ക്യാപിറ്റൽ എന്നിവയുടെ വിവരങ്ങൾ. ഒരു പോർട്ട്ഫോളിയോ മാനേജർ ഒരു ക്ലയന്റിന്റെ ഫണ്ടുകൾ ഒരു കോർപ്പറേറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ കോർപ്പറേറ്റ് ഈ ഫണ്ടുകൾക്ക് എതിരെ കൺവേർട്ടബിൾ ബോണ്ടുകൾ ഇറക്കുമെന്ന് വാഗ്ദാനം ചെയ്താൽ ഈ ഇടപാട് ശരിയാണോ എന്നതാണ് ചോദ്യം. ഓപ്ഷനുകൾ: ഇത് ശരിയല്ല, കാരണം യാതൊരു ഭൗതിക സുരക്ഷയും ഉണ്ടാക്കിയിട്ടില്ല. ഇത് അനുവദനീയമല്ല. ഇത് ശരിയല്ല, കാരണം ഇത് ക്ലയന്റിന്റെ ഫണ്ടുകൾ ലെൻഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇത് അനുവദനീയമല്ല. ഇത് ശരിയാണ്, കാരണം ഈ രീതിയിലുള്ള നിക്ഷേപം സാധാരണവും അംഗീകൃതവുമാണ്. ഇത് ശരിയാണ്, കാരണം ഒടുവിൽ ബോണ്ടുകൾ PM മാർക്ക് നൽകും. അതിനാൽ ശരിയായ ഉത്തരമാണ് ഇത് ശരിയല്ല, കാരണം ഇത് ക്ലയന്റിന്റെ ഫണ്ടുകൾ ലെൻഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇത് അനുവദനീയമല്ല. ഫണ്ട് മാനേജറുടെ ഡ്യൂട്ടീസ് ആൻഡ് ഡോൺസിൽ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ക്ലയന്റിന്റെ പണം മറ്റൊരാളിന് ലെൻഡ് ചെയ്യാൻ പാടില്ല. ഇത് അനുവദനീയമല്ല. അതിനാൽ എയും ബിയും ശ്രദ്ധിക്കണം. ശരിയായ ഉത്തരമാണ് ബി. അടുത്ത ചോദ്യം: ഒരു കമ്പനിയിലേത് ഡിസിഗ്നേറ്റഡ് പേഴ്സൺ ഒരു കോൺട്രാക്ട് ട്രേഡ് ചെയ്യുന്നതിന് സമയപരിധി എത്രയാണെന്ന് ചോദിക്കുന്നു. 1 മാസം, 3 മാസം, 6 മാസം, 9 മാസം. ശരിയായ ഉത്തരമാണ് 6 മാസം. സെബി ഇൻസൈഡ് ട്രേഡിംഗ് ആക്ട്, റെഗുലേഷൻസ്, കോഡ് ഓഫ് കണ്ടക്ട് എന്നിവ ഈ കാലാവധി വ്യക്തമാക്കുന്നു. ഏതെങ്കിലും ഇവന്റ് 6 മാസത്തിൽ കുറയരുത്. അടുത്ത ചോദ്യം: സസ്പിഷ്യസ് ട്രാൻസാക്ഷനുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എത്ര തുക മുതൽ എന്നതാണ്. ഓപ്ഷനുകൾ: 5 ലക്ഷം, 10 ലക്ഷം, 25 ലക്ഷം, 1 കോടി. ശരിയായ ഉത്തരമാണ് 10 ലക്ഷം. 2002 മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം 10 ലക്ഷം രൂപയോ അതിലധികമോ മൂല്യമുള്ള എല്ലാ കാഷ് ട്രാൻസാക്ഷനുകളും വിദേശ കറൻസിയിൽ തുല്യമായവയും ഉൾപ്പെടെ സസ്പിഷ്യസ് ട്രാൻസാക്ഷനുകൾ ആയി റിപ്പോർട്ട് ചെയ്യണം എന്ന് വ്യക്തമാക്കുന്നു. അതിനാൽ 10 ലക്ഷം രൂപയിലധികം കാഷ് ട്രാൻസാക്ഷനുകൾ എല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഒരു സംശയാസ്പദമായ ഇടപാടായി ഇത് കണക്കാക്കപ്പെടും. ചോദ്യം നമ്പർ 15: ഒരു ബോണ്ടിന്റെ വിലയും അതിന്റെ യീൽഡും തമ്മിലുള്ള ബന്ധം നിർവചിക്കുക. ബോണ്ടിന്റെ വിലയും യീൽഡും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നോക്കാം. ഇത് എപ്പോഴും നെഗറ്റീവ് ആണ്, അതായത് പലിശ നിരക്ക് കുറയുമ്പോൾ ബോണ്ടിന്റെ വില ഉയരും, പലിശ നിരക്ക് ഉയരുമ്പോൾ ബോണ്ടിന്റെ വില കുറയും. അതിനാൽ ശരിയായ ഉത്തരം എപ്പോഴും നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ബോണ്ടിന്റെ വിലയും യീൽഡും തമ്മിൽ. ചോദ്യം നമ്പർ 16: ഒരു പോർട്ട്ഫോളിയോ മാനേജർ തന്റെ ഓഫീസ് അഡ്രസ് മാറ്റിയാൽ ഇത് ആരെ അറിയിക്കണം. ഓപ്ഷനുകൾ: A, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്, B, സെബി, C, ക്ലയന്റുകൾ. ഓപ്ഷൻ 1 മാത്രം B, ഓപ്ഷൻ 2 മാത്രം B, C, ഓപ്ഷൻ 3 മാത്രം C, ഓപ്ഷൻ 4 എല്ലാം I, B, C. ശരിയായ ഉത്തരം മാത്രം B, C, അതായത് രണ്ടാം ഓപ്ഷൻ. അതായത് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിനെ അറിയിക്കേണ്ടതില്ല. ഇതിനു പുറമെ പുതിയ ഓഫീസ് അഡ്രസ് എല്ലാവർക്കും അറിയിക്കണം, പ്രത്യേകിച്ച് ക്ലയന്റുകൾക്കും അറിയിക്കണം. FAവിനെ അറിയിക്കേണ്ടത് തട്ടിപ്പിനോടനുബന്ധിച്ച ഇടപാടുകളോ കാഷ് ട്രാൻസാക്ഷനുകളോ സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ്. അതിനാൽ ശരിയായ ഉത്തരമാണ് B മാത്രം, B ആൻഡ് C. 70 ക്വസ്റ്റ്യൻ തംസ് ഫോം സംബന്ധിച്ചുള്ളത്. ഗ്രൂപ്പ് കമ്പനികളെക്കുറിച്ച് ക്ലയന്റിനോട് വെളിപ്പെടുത്തേണ്ടതിൽ ഏറ്റവും നല്ല പ്രാക്ടീസ് ഏതാണ് എന്ന് കണ്ടെത്തുക. തംസ് ഫോം ഗ്രൂപ്പ് കമ്പനികളെക്കുറിച്ച് വെളിപ്പെടുത്തേണ്ടത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ്. തംസ് ഫോം ഗ്രൂപ്പ് കമ്പനികളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ അതിന് കാരണം അവ 10 എണ്ണത്തിൽ താഴെ ആണെങ്കിൽ മാത്രമാണ്. അതിനാൽ ശരിയായ ഉത്തരമാണ് തംസ് ഫോം ഗ്രൂപ്പ് കമ്പനികളെക്കുറിച്ച് വെളിപ്പെടുത്തേണ്ടത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ്. പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരു പോർട്ട്ഫോളിയോ മാനേജറിന് ഗ്രൂപ്പ് കമ്പനികൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് കമ്പനികളുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സർവീസുകൾ സംബന്ധിച്ച് പോർട്ട്ഫോളിയോ മാനേജർ വെളിപ്പെടുത്തണം. അതായത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വെളിപ്പെടുത്തൽ പോകുന്നത്. ഇനി ചോദ്യം നമ്പർ 3: താഴെ പറയുന്ന സ്ഥാപനങ്ങളിൽ ഏതാണ് ഇന്ത്യയിൽ ബോണ്ടുകൾ ഇറക്കാൻ കഴിയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ബാങ്കുകൾ, കോർപ്പറേറ്റുകൾ. അതിനാൽ വളരെ എളുപ്പത്തിൽ പറയാം, ബോണ്ടുകൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ബാങ്കുകളും കോർപ്പറേറ്റുകളും എല്ലാം ഇറക്കാൻ കഴിയും. അതിനാൽ ശരിയായ ഉത്തരമാണ് എല്ലാം. ഇന്ത്യയിലെ ഫിക്സഡ് ഇൻകം മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റികൾ ഇറക്കപ്പെടുന്നു. അവ നിയമപരമായ സ്ഥാപനങ്ങൾ ആയ സെൻട്രൽ ബാങ്ക്, സംസ്ഥാന സർക്കാർ, പബ്ലിക് ബോഡികൾ, ബാങ്കുകൾ, ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്നിവയാൽ ഇറക്കാൻ കഴിയും. ആബ്ക് ലിമിറ്റഡ് എക്വിറ്റി ഷെയറുകളുടെ വില റെസിസ്റ്റൻസ് ലൈനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്.
അതിനാൽ ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം ഇത് പിയുടെ ഷെയറുകൾ വാങ്ങാൻ നല്ല സമയമാണോ, വിൽക്കാൻ നല്ല സമയമാണോ, അല്ലെങ്കിൽ ഷെയറുകൾ പിടിച്ചുവെക്കാൻ നല്ല സമയമാണോ എന്നതാണ് ചോദ്യം. നോക്കൂ, സപ്പോർട്ട് ലൈനും റെസിസ്റ്റൻസ് ലൈനും എന്നിങ്ങനെ 2 ലൈനുകൾ ടെക്നിക്കൽ അനാലിസിസിൽ ഉണ്ടാകുന്നു. ഒരു ഷെയർ സപ്പോർട്ട് ലൈനിൽ എത്തുമ്പോൾ അതിനെ വാങ്ങാറാണ് ചെയ്യുന്നത്, അതുപോലെ റെസിസ്റ്റൻസ് ലൈനിൽ എത്തുമ്പോൾ ആ ഷെയർ വിൽക്കാറാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ ശരിയായ ഉത്തരമാണ് ബി, ഷെയറുകൾ വിൽക്കുക. ടെക്നിക്കൽ അനാലിസിസിൽ നാം അതിനെ വിൽക്കും. ഒരു നിക്ഷേപകൻ പോർട്ട്ഫോളിയോ മാനേജറെ ഏർപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ നിക്ഷേപ ശൈലികളെക്കുറിച്ച് നിക്ഷേപകന് ഒന്നും മനസ്സിലാക്കേണ്ടതില്ലെന്നത് ശരിയായ പ്രസ്താവനയല്ല, മറിച്ച് നിക്ഷേപകൻ നിക്ഷേപ കരാറിലെ പ്രധാന വ്യവസ്ഥകൾക്ക് ശ്രദ്ധ നൽകണം എന്നതാണ് ശരി. നിക്ഷേപകൻ ഡിസ്ട്രിബ്യൂട്ടറുടെ ഉപദേശത്തെയും പോർട്ട്ഫോളിയോ മാനേജറെ തിരഞ്ഞെടുക്കുന്നതിലും മാത്രം ആശ്രയിക്കേണ്ടതില്ല. പോർട്ട്ഫോളിയോ മാനേജറുടെ സമീപനത്തിൽ മാത്രം വിശ്വാസം വയ്ക്കേണ്ടതുമല്ല. അതിനാൽ ശരിയായ ഉത്തരമാണ് ബി, നിക്ഷേപകൻ നിക്ഷേപ കരാറിലെ പ്രധാന വ്യവസ്ഥകൾക്ക് ശ്രദ്ധ നൽകണം. പോർട്ട്ഫോളിയോ മാനേജറിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപകർക്ക് നിക്ഷേപ കരാറിലെ പ്രധാന വ്യവസ്ഥകൾക്കും നിക്ഷേപ പ്രക്രിയയും സമീപനവും എങ്ങനെയാണെന്ന് പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്ട്രാറ്റജികൾ, സ്റ്റേ, പാസ്റ്റ് പെർഫോർമൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഇൻവെസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തിരിച്ചറിയുക. ഡൗൺ സൈഡ് റിസ്ക് ഉപയോഗിച്ച് അളക്കുന്നത് സോർട്ടിനോ റേഷ്യോ എന്നാണ് വിളിക്കുന്നത്. അതേസമയം ഷാർപ്പ് റേഷ്യോ എന്നത് ടോട്ടൽ റിസ്ക് ഉപയോഗിച്ച് യൂണിറ്റ് എക്സ് റിട്ടേൺ അളക്കുന്നതാണ്. സോർട്ടിനോ റേഷ്യോ എക്സസ് റിട്ടേൺസ് പെർ യൂണിറ്റ് ഓഫ് ഡൗൺ സൈഡ് റിസ്ക് ആണ്. ഷാർപ്പ് റേഷ്യോ എക്സ് റിട്ടേൺസ് പെർ യൂണിറ്റ് ഓഫ് ടോട്ടൽ റിസ്ക് ആണ്. ഇത് വളരെ വ്യക്തമായി നാം വിശദീകരണം കണ്ടിട്ടുണ്ട്, പുസ്തകത്തിലും വായിച്ചിട്ടുണ്ട്. സോർട്ടിനോ റേഷ്യോ എക്സ് റിട്ടേൺസ് പെർ യൂണിറ്റ് ഓഫ് ഡൗൺ സൈഡ് റിസ്ക് ആണ്. അതിനാൽ നാം ഇവിടെ സെമി സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ ഉപയോഗിക്കുന്നു, അതായത് മൈനസ് ഡിവൈഡ് ബൈ സെമി സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ. സ്റ്റോക്കുകൾ മൈനസിലേക്കോ താഴേക്കോ പോകുമ്പോൾ അവയുടെ സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനാലാണ് ഇവിടെ ഡൗൺ സൈഡ് റിസ്ക് നമുക്ക് കാണുന്നത്. അതിനാലാണ് ഇവിടെ സോർട്ടിനോ റേഷ്യോയെ എക്സസ് റിട്ടേൺ പെർ യൂണിറ്റ് ഓഫ് ഡൗൺ സൈഡ് റിസ്ക് എന്ന് വിളിക്കുന്നത്. ചോദ്യം നമ്പർ 22. നോമിനൽ റിസ്ക് ഫ്രീയിൽ ഏത് തരത്തിലുള്ള കമ്പൻസേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല? ലിക്വിഡിറ്റി കമ്പൻസേഷൻ, ടൈം കമ്പൻസേഷൻ, പോസ്റ്റ് പോർട്ടിംഗ് കമ്പൻസേഷൻ, ഇൻഫ്ലേഷൻ കമ്പൻസേഷൻ എന്നിവയിൽ ഏതാണ് നോമിനൽ റിസ്ക് ഫ്രീയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്? ലിക്വിഡിറ്റിക്കുള്ള കമ്പൻസേഷൻ ആണ് നോമിനൽ റിസ്ക് ഫ്രീ ടൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്. അതിനാൽ ഉത്തരം ലിക്വിഡിറ്റിക്കുള്ള കമ്പൻസേഷൻ. ചോദ്യം നമ്പർ 23. ജീവനക്കാരും തൊഴിലുടമയും സംഭാവന ചെയ്യുന്ന പെൻഷൻ ഫണ്ടുകളുടെ നിക്ഷേപം സൗകര്യപ്രദമാക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന ഫണ്ട് ഏതാണ്? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, റിട്ടയർമെൻറ്റ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് എന്നിവയിൽ ഉത്തരം പെൻഷൻ ഫണ്ട്. അതാണ് ഈ പെൻഷൻ ഫണ്ടുകൾ സ്ഥാപിക്കപ്പെടുന്നത്. ഒരു രീതിയിൽ റിട്ടയർമെൻറ്റ് ഫണ്ടുകൾ നിങ്ങളുടെ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നു. അവിടെ നിങ്ങളുടെ തൊഴിലുടമയും തൊഴിലാളിയും രണ്ടുപേരും സംഭാവന ചെയ്യുന്നു. നിങ്ങൾക്ക് റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഒരു കോർപ്പസ് ലഭിക്കാനായി ചെയ്യുന്നു. ചോദ്യം നമ്പർ 21. PE അനുപാതം, പ്രൈസ് ടു എർണിംഗ് റേഷ്യോ സംബന്ധിച്ച 2 പ്രസ്താവനകൾ തിരിച്ചറിയുക. PE റേഷ്യോ എന്നത് കമ്പനിയുടെയും മാർക്കറ്റിൻ്റെയും നിർണയിച്ച വരുമാനമാണ്. PE റേഷ്യോ എന്നത് കമ്പനിയുടെയും മാർക്കറ്റിൻ്റെയും നിർണയിച്ച വിലയാണ്. PE റേഷ്യോ എന്നത് മാർക്കറ്റിൻ്റെ കണക്കാക്കുന്ന വരുമാന വളർച്ചയാണ്. PE റേഷ്യോ എന്നത് കമ്പനിയുടെയും ഓരോ രൂപയുടെ വരുമാനത്തിനും മാർക്കറ്റ് നിക്ഷേപിക്കാൻ തയ്യാറാണ് എന്നതാണ്. അതിനാൽ ശരിയായ ഉത്തരം PE റേഷ്യോ എന്നത് കമ്പനിയുടെയും ഓരോ രൂപയുടെ വരുമാനത്തിനും മാർക്കറ്റ് നിക്ഷേപിക്കാൻ തയ്യാറാണ് എന്നതാണ്. ലളിതമായി പറഞ്ഞാൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫിനാൻസ് പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട്. പ്രൈസ് ടു എർണിംഗ് റേഷ്യോ നമുക്ക് പറയുന്നത് ഒരു കമ്പനിയിലോ ഏതെങ്കിലും സ്ഥാപനത്തിലോ ഒരു രൂപ വരുമാനം നേടാൻ എത്ര നിക്ഷേപം ചെയ്യേണ്ടി വരും എന്നതാണ്. അതിനാൽ ഇതിനെ സ്റ്റോക്ക് പി എന്ന് വിളിക്കുന്നു. ഇത് എത്ര നിക്ഷേപകർ ഒരു രൂപയുടെ വരുമാനത്തിനായി നൽകാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്നു. ചോദ്യ നമ്പർ 25. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഘടകമായി അംഗീകരിക്കുന്നത്? ഉത്തരം പലിശ നിരക്ക്, ഇൻട്രസ്റ്റ് റേറ്റ്. പലിശ നിരക്ക് എന്നത് RBI അംഗീകരിക്കുന്ന ഒരു ഘടകമാണ് ഡെറിവേറ്റീവ് മൂല്യം നിർണ്ണയിക്കാൻ. പുസ്തകത്തിൽ നേരിട്ട് എഴുതിയിട്ടുണ്ട്, അതിനാൽ നമ്മൾ ഇത് ഓർമ്മയിൽ വെക്കണം. ചോദ്യ നമ്പർ 26. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടാത്തത്? ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി സ്റ്റേറ്റ്മെൻറ്റിൽ ഫിനാൻഷ്യൽ റെഗുലേഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് റോഡ് മാപ്പ്, റിസ്ക് ക്യാപസിറ്റി എന്നിവയുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് റോഡ് മാപ്പ് ഉണ്ട്,
റിസ്ക് ക്യാപ്പസിറ്റിയും ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് കൺസ്ട്രെയിൻസും അതിൽ കാണാം. എന്നാൽ ഫിനാൻഷ്യൽ റെഗുലേഷൻസ് അതിൽ കാണില്ല. അബിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി സ്റ്റേറ്റ്മെൻറ്റ് വികസിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഇത്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ഈ പ്രോസസ്സിൽ അബിയസ് തയ്യാറാക്കുമ്പോൾ അതിൽ ഒരു റോഡ് മാപ്പ് ഉണ്ടാകും, അതായത് നിക്ഷേപ പ്രക്രിയയുടെ ഒരു പാതയാണ്. അതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റോഡ് മാപ്പ്, റിസ്ക് ക്യാപ്പസിറ്റി, കൺസ്ട്രെയിൻസ് തുടങ്ങിയ എല്ലാം കാണാം. പക്ഷേ ഫിനാൻഷ്യൽ റെഗുലേഷൻസ് അതിൽ ഉൾപ്പെടില്ല. ചോദ്യം നമ്പർ 27. ഒരു നിക്ഷേപകന് പലിശയായി 10,000 രൂപ നൽകേണ്ടതുണ്ട്. TDS 10%. എത്ര രൂപയാണ് പലിശ പണം വയ്ക്കാൻ അവൻ വേർതിരിച്ച് വയ്ക്കേണ്ടത്? ഓപ്ഷനുകൾ 1111, 9000. ശരിയായ ഉത്തരം 1111. ഇതിൻ്റെ ഫോർമുല കാണാം. നെറ്റ് തുക കണ്ടെത്താൻ ഗ്രോസ് തുക ടാക്സിൽ ഗുണിച്ചാൽ കിട്ടും. ഈ ഫോർമുല ഉപയോഗിച്ച് കണക്കാക്കുമ്പോൾ 1111 രൂപ ലഭിക്കും. വളരെ എളുപ്പം ഓർമ്മയിൽ വയ്ക്കാവുന്ന ഫോർമുലയും ലളിതമായ കണക്കാക്കലുമാണ് ഇത്. ചോദ്യ നമ്പർ 28. വിദേശ കറൻസി കൺവേർട്ടബിൾ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. FCCB ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ് എന്നത് വിദേശ കറൻസിയിൽ ഡിനോമിനേറ്റ് ചെയ്ത ഡെറ്റ് സർട്ടിഫിക്കറ്റാണ് കമ്പനികൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇറക്കുന്നത്. എന്നാൽ അവയ്ക്ക് മെച്യൂരിറ്റിക്ക് മുമ്പ് ഇക്വിറ്റി ഷെയറുകളായി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനാൽ ശരിയായ ഉത്തരം FCCB എന്നത് വിദേശ കറൻസിയിൽ ഡിനോമിനേറ്റ് ചെയ്ത ഡെറ്റ് സർട്ടിഫിക്കറ്റാണ് കമ്പനികൾ ഇറക്കുന്നത്. സാധാരണയായി ഡോളറിൽ ഡിനോമിനേറ്റ് ചെയ്തിരിക്കും. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കമ്പനികൾ ഇത് റേസ് ചെയ്യുന്നു, എന്നാൽ അവയ്ക്ക് മെച്യൂരിറ്റിക്ക് മുമ്പ് ഇക്വിറ്റിയിലേക്ക് മാറ്റാം. ചോദ്യ നമ്പർ 29. KYC കംപ്ലയൻസ് നിർബന്ധമാക്കിയ റെഗുലേഷൻ ഏതാണ്? ഓപ്ഷനുകൾ RBI ആക്ട് 1934, സെബി പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷൻ ആക്ട് 1996, സെബി പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷൻസ് 2020, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002. പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, KYC പ്രക്രിയ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 പ്രകാരമാണ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, എല്ലാ നിക്ഷേപകരുടെയും ശരിയായ KYC നടത്തണം, അങ്ങനെ അനധികൃത ഫണ്ടുകൾ മാർക്കറ്റിൽ നിക്ഷേപിക്കപ്പെടാതിരിക്കാൻ. ഇത് എല്ലാം ചെയ്യുന്നത് അതിനായിട്ടാണ്. മണി ലോണ്ടറിംഗ് ആക്ട് 2002 കീഴിലും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിൻ്റെ കീഴിലുമാണ് ഇത് ചെയ്യുന്നത്. ചോദ്യം നമ്പർ 30. മിസ് പ്രീതി US-ലാണ് നിക്ഷേപം നടത്തിയത്. അവൾക്ക് US നിക്ഷേപത്തിൽ 18% ലാഭം ലഭിച്ചു. നിക്ഷേപ കാലയളവിൽ US ഡോളർ മൂല്യം കുറഞ്ഞാൽ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ലാഭം 18%-ത്തേക്കാൾ കൂടുതലോ കുറവോ അതേ 18%-മോ അല്ലെങ്കിൽ മുകളിൽ പറയുന്നവയിലൊന്നുമല്ലയോ? അപ്പോൾ നോക്കൂ, അത് 18%-മായി തന്നെ തുടരുക എന്നതും മുകളിൽ പറയുന്നവയിലൊന്നുമല്ല എന്നതും. ഇവ രണ്ടും നമുക്ക് നേരിട്ട് ഒഴിവാക്കാം, കാരണം ലാഭം വെറ്ററ് കൂടും അല്ലെങ്കിൽ കുറയും. അവൾ 18%-ത്തിൽ ആ നിക്ഷേപം നടത്തിയിരുന്നു. 18% ലാഭം നേടി, പിന്നെ ആ ഡോളർ മൂല്യം കുറഞ്ഞു. ശരി, ഇപ്പോൾ നോക്കേണ്ടത് 18%-ത്തേക്കാൾ കൂടുതലോ കുറവോ വരുമോ എന്നതാണ്. ശരി, അതിനൊരു ഉദാഹരണം നോക്കാം. USD ഇന്ത്യൻ രൂപയോട് കുറയുന്നു എന്നത്, അതായത് USDയുടെ മൂല്യം 75 നിന്ന് 74ലേക്ക് താഴുന്നു, ശരിയാണോ? അപ്പോൾ അവർ നടത്തിയ നിക്ഷേപം ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ ഡോളറിൽ എന്ത് സംഭവിച്ചു? 75 നിന്ന് 74 ഡോളറായി കുറഞ്ഞു. ശരി, ഇപ്പോൾ പ്രീതി USDയിൽ നിക്ഷേപം ചെയ്തപ്പോൾ അവൾ INR-ൽ മാറ്റുമ്പോൾ ആദ്യം 75-ൽ മാറ്റിയിരുന്നു. ഇപ്പോൾ അവളുടെ കൺവേർഷൻ 74 രൂപൽ ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് അവിടെ അല്പം കുറഞ്ഞ വരുമാനം ലഭിക്കുന്നത്. അതിനാൽ അവൾക്ക് കുറവ് റിട്ടേൺ ലഭിക്കും. അതിനാൽ ഇവിടെ ശരിയായ ഉത്തരമാണ് 18%-ത്തേക്കാൾ കുറവാണ്, കാരണം ഡോളർ മൂല്യം കുറഞ്ഞു. എന്നാൽ ഡോളർ മൂല്യം കൂടിയിരുന്നെങ്കിൽ അവളുടെ റിട്ടേൺ 18%-ത്തേക്കാൾ കൂടുതലായേനെ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യം കണ്ടെത്തേണ്ടത് പോർട്ട്ഫോളിയോ മാനേജറുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? പോർട്ട്ഫോളിയോ മാനേജറുടെ നിയമപരമായ നില അതിൻ്റെ പ്രൊമോട്ടർമാരിൽ നിന്ന് വേറിട്ടതായിരിക്കണം. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന മൈക്രോ ക്രെഡിറ്റ് സ്ഥാപനങ്ങൾ പോർട്ട്ഫോളിയോ മാനേജർ ആകാൻ കഴിയില്ല. ഒരു വ്യക്തി കമ്പനി പോലും പോർട്ട്ഫോളിയോ മാനേജർ ആകാൻ കഴിയും. പോർട്ട്ഫോളിയോ മാനേജർ ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. അതിനാൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഉത്തരം നാലാമത്തേതാണ്. ഒരു പോർട്ട്ഫോളിയോ മാനേജർ ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ സ്ഥാനക്കയറ്റം നേടണം.
അതുകൊണ്ട് ഒരു പോർട്ട്ഫോളിയോ മാനേജർക്ക് ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്ന് സ്ഥാനക്കയറ്റം നൽകണമെന്ന് എവിടെയും എഴുതിയിട്ടില്ല. അതിനാൽ ഉത്തരം ഡി ആണ്. ഒരു പോർട്ട്ഫോളിയോ മാനേജർ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക് പ്രൊമോട്ട് ചെയ്യണം എന്ന്. മറ്റുള്ള 3 കാര്യങ്ങളും, അതായത് ആദ്യത്തെ 3 കാര്യങ്ങൾ എല്ലാം ശരിയാണെന്ന് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. സെബി പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷനുകൾ പ്രകാരം എങ്ങനെയുള്ള ശിക്ഷാ നടപടികൾ എടുക്കാം? വേജ് ഫ്രീസ്, റിക്കവറി, സസ്പെൻഷൻ അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞതെല്ലാം. എന്തെങ്കിലും ഇൻസൈഡർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചാൽ റെഗുലേറ്ററിൻ്റെ റെഗുലേഷനുകൾ പ്രകാരം എന്ത് ചെയ്യാൻ കഴിയും? വേജ് ഫ്രീസ്, റിക്കവറി, സസ്പെൻഷൻ അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞതെല്ലാം. അതിനാൽ ഉത്തരം മുകളിൽ പറഞ്ഞതെല്ലാം ആണ്. അതായത് സെബി പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ് ആക്ട് പ്രകാരം അവരെ നേരിട്ട് പറഞ്ഞത് വേജ് ഫ്രീസ് ഉൾപ്പെടെ സസ്പെൻഷൻ, റിക്കവറി, ക്ലോ ബാക്ക് എന്നിവയും ഏർപ്പെടുത്താൻ കഴിയും. അതിനാൽ ഇതിൽ ഏതെങ്കിലും നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഡാഷ് എന്ന കറൻസി പെയറിന് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ട്രേഡിംഗ് ഇല്ല. അവയിൽ ഏവയാണ് ഉള്ളത്? നമുക്ക് മനസ്സിലാക്കാം. അതായത് JPY-INR, USD-INR, ചൈനീസ് യുവാൻ-INR അല്ലെങ്കിൽ യൂറോ-INR. ഈ 4-ൽ ഏതാണ് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ട്രേഡിംഗിൽ ഉൾപ്പെടാത്തത്? ശരിയായ ഉത്തരമാണ് ചൈനീസ് യുവാൻ-INR. മറ്റുള്ളവ എല്ലാം ലഭ്യമായ കറൻസി പെയേഴ്സാണ്. അതായത് USD-INR, യൂറോ-INR, ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട്, GBP-INR, ജാപ്പനീസ് yen-INR എന്നിവ. ഇന്ത്യൻ കറൻസി മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്ന 4 പെയേഴ്സ് ഇവയാണ്. ചൈനീസ് യുവാൻ-INR ഇപ്പോഴും അവിടെ ട്രേഡ് ചെയ്യാൻ കഴിയുന്നില്ല. ചോദ്യം നമ്പർ 34. മിസ്റ്റർ മഹേതയുടെ പ്രാരംഭ സംഭാവന 2 കോടി രൂപയാണ്. അത് ആദ്യ വർഷം 2,30,00,000 രൂപയായി ഉയർന്നു. അതിനാൽ പെർഫോമൻസ് ഫീസ് 30 ലക്ഷം രൂപയ്ക്ക് നൽകേണ്ടതായിരിക്കും. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ഈ പ്രസ്താവന ശരിയാണെങ്കിൽ എന്തുകൊണ്ട്? കാരണം ഹൈ വാട്ടർ മാർക്ക് എന്നത് പോർട്ട്ഫോളിയോ അക്കൗണ്ട് എത്തിച്ച ഏറ്റവും ഉയർന്ന മൂല്യമാണ്. അതിനാൽ ഹൈ വാട്ടർ മാർക്ക് എന്നത് ഏറ്റവും ഉയർന്ന മൂല്യമായിരിക്കും. പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ അക്കൗണ്ട് എത്തുന്ന ഏറ്റവും ഉയർന്ന നിലയിലേക്കാണ് പോർട്ട്ഫോളിയോ മാനേജർ പെർഫോമൻസ് അടിസ്ഥാനമാക്കിയുള്ള ഫീസ് ഈടാക്കുന്നത്. ഈ പെർഫോമൻസ് ഫീസ് ഈടാക്കുന്നത് മുൻപ് നേടിയിട്ടുള്ള ഹൈ വാട്ടർ മാർക്കിനേക്കാൾ അധികം പോർട്ട്ഫോളിയോയുടെ മൂല്യം വർദ്ധിച്ചാൽ മാത്രമാണ്. അതിനാൽ പെർഫോമൻസ് ഫീസ് നൽകേണ്ടത് വെറും 30 ലക്ഷം രൂപയ്ക്കാണ്. ശരിയായ ഉത്തരമാണ് ട്രൂ. അൺസിസ്റ്റമാറ്റിക് റിസ്കുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഡൈവേഴ്സിഫൈബിൾ റിസ്ക് ആണ്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് സെക്ടർ സ്പെസിഫിക് റിസ്ക് ആണ്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഒഴിവാക്കാനാവാത്ത റിസ്ക് ആണ്. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിൽ അൺസിസ്റ്റമാറ്റിക് റിസ്ക് പ്രതീക്ഷിക്കുന്നത് ശൂന്യമായിരിക്കുമെന്ന്. അതിനാൽ ശരിയായ ഉത്തരമാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഒഴിവാക്കാനാവാത്ത റിസ്ക് അല്ല. കാരണം അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഒഴിവാക്കാൻ സാധിക്കും. ശരിയാണല്ലോ. നാം അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഒഴിവാക്കാൻ കഴിയും, അതായത് കമ്പനി സ്പെസിഫിക് റിസ്ക് ഇല്ലാതാക്കുന്നതിലൂടെ. ആദ്യം നാം ഈ കമ്പനി സ്പെസിഫിക് റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, ഒരു കമ്പനി ഫാക്ടറിയിൽ തീപിടുത്തം മൂലം വലിയ നഷ്ടങ്ങൾ അനുഭവിക്കുന്നതായി കരുതൂ. അങ്ങനെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് നാം എങ്ങനെ കുറയ്ക്കാം എന്നാൽ ഈ തരത്തിലുള്ള കമ്പനികളിൽ നിക്ഷേപം ചെയ്യാതിരിക്കുക എന്നതാണ്. അതിനാലാണ് ഇത് ഒഴിവാക്കാവുന്നതായിരിക്കുക. പക്ഷേ ഇവിടെ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഏത് പ്രസ്താവനയാണ് തെറ്റെന്ന്. അതിനാൽ ഈ റിസ്കുകൾ ഒഴിവാക്കാവുന്നതാണ്, എന്നാൽ പ്രസ്താവനയിൽ എഴുതിയിരിക്കുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് ഒഴിവാക്കാനാവാത്ത റിസ്ക് ആണെന്ന്. അതിനാൽ നിങ്ങളുടെ ശരിയായ ഉത്തരമാണ് സി, അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഒഴിവാക്കാനാവാത്ത റിസ്ക് എന്നാണ്. എന്നാൽ ഈ പ്രസ്താവന തെറ്റാണ്, കാരണം അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഒഴിവാക്കാവുന്ന റിസ്ക് ആണ്. ചോദ്യം നമ്പർ 36. അൺലിസ്റ്റഡ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്ന് തിരിച്ചറിയുക. അൺലിസ്റ്റഡ് ഇക്വിറ്റി താരതമ്യേന ലിക്വിഡ് അല്ല. അൺലിസ്റ്റഡ് ഇക്വിറ്റിയുടെ വിലനിർണ്ണയം ഇടയ്ക്കിടയിൽ മാത്രമാണ് നടക്കുന്നത്. അൺലിസ്റ്റഡ് ഇക്വിറ്റിയിൽ ലിക്വിഡിറ്റിക്കുള്ള ഡിസ്കൗണ്ട് ഉൾപ്പെടുന്നു. മുകളിൽ പറഞ്ഞവ എല്ലാം. അതിനാൽ ഇതിന്റെ ശരിയായ ഉത്തരമാണ് അൺലിസ്റ്റഡ് ഇക്വിറ്റികളിൽ നടക്കുന്ന ട്രേഡിംഗ് അവ ലിസ്റ്റഡ് സെക്യൂരിറ്റികളെക്കാൾ താരതമ്യേന ലിക്വിഡ് അല്ല. അൺലിസ്റ്റഡ് ഇക്വിറ്റികളുടെ വിലനിർണ്ണയവും തുടർച്ചയായതല്ല. ഇക്വിറ്റികളുടെ വിലനിർണ്ണയത്തിൽ ലിക്വിഡിറ്റി ഇല്ലായ്മയ്ക്കുള്ള ഡിസ്കൗണ്ടും ഉൾപ്പെടുന്നു. അതിനാൽ ഡിസ്കൗണ്ട് നൽകാറുണ്ട്. അതുകൊണ്ടാണ് ഓൾ ഓഫ് ദി എബോവ് ശരിയായ ഉത്തരമാകുന്നത്. ചോദ്യം നമ്പർ 37. നോമിനൽ റേറ്റ് ഓഫ് റിട്ടേൺ നിക്ഷേപകരെ ഇൻഫ്ലേഷൻ റിസ്കിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതിനാൽ ഈ പ്രസ്താവനയെക്കുറിച്ച് അഭിപ്രായം പറയൂ. അതെ, ഇത് തീർച്ചയായും സംരക്ഷിക്കും. ഇല്ല, ഇത് തീർച്ചയായും സംരക്ഷിക്കില്ല. അതെ, ഇത് സാധ്യതയുണ്ട് സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ സംരക്ഷിക്കാമെന്നോ പറയാം. ശരിയായ ഉത്തരമാണ് ഇല്ല. ഇത് തീർച്ചയായും സംരക്ഷിക്കില്ല. അതിനാൽ ചോദ്യം, നോമിനൽ റേറ്റ് ഓഫ് റിട്ടേൺ നിക്ഷേപകരെ ഇൻഫ്ലേഷൻ റിസ്കിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ടോ? അതിനാൽ നോമിനൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മെ ഒരു വിധത്തിലും സംരക്ഷിക്കുന്നില്ല ഇൻഫ്ലേഷനിൽ നിന്ന്. അതിനാൽ വിശദീകരണം നോക്കാം.
എന്നത് നാമമാത്രമായ റിസ്ക് ഫ്രീ റിട്ടേൺ നിരക്കാണ്. ഈ റേറ്റ് ഓഫ് റിട്ടേൺ നിക്ഷേപകൻ ഉറപ്പായാണ് ലഭിക്കുന്നത്, അതായത് നിശ്ചിത തീയതിയിൽ നിക്ഷേപകൻ ആ റിട്ടേൺ ലഭിക്കും. നിക്ഷേപകൻ അമൗണ്ടും റിട്ടേണിൻ്റെ സമയവും ഉറപ്പാണ്. അതിനാൽ ഇതാണ് റിസ്ക് ഫ്രീ റേറ്റ്. കാരണം നമുക്ക് അറിയാം ഒരു നിർദ്ദിഷ്ട തുക എപ്പോൾ ലഭിക്കും, സമയവും അറിയാം, എത്ര തുക ലഭിക്കും എന്നതും അറിയാം. അതിനാൽ ഇതാണ് റിസ്ക് ഫ്രീ റേറ്റ്. പക്ഷേ കാണുന്നതുപോലെ ഇത് ഇൻഫ്ലേഷന്റെ കാരണമായ രൂപയുടെ വാങ്ങൽ ശേഷിയിലെ മാറ്റം അവഗണിക്കുന്നു. ഇപ്പോൾ ആ സമയത്ത് ഇൻഫ്ലേഷൻ ഉയർന്നതുകൊണ്ട് നിങ്ങളുടെ വാങ്ങൽ ശേഷി കുറയാം, അതിനാൽ രൂപയ്ക്ക് അതേ വാങ്ങൽ ശേഷി ഉണ്ടാവുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതിനാലാണ് പറയുന്നത് നോമിനൽ റേറ്റിൽ നിന്നുള്ള റിട്ടേൺ ഇൻവെസ്റ്ററെ ഇൻഫ്ലേഷൻ റിസ്കിൽ നിന്ന് സംരക്ഷിക്കില്ലെന്ന്. അപ്പോൾ ചോദ്യം നമ്മോട് ചോദിക്കുന്നത് നോമിനൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻവെസ്റ്ററെ ഇൻഫ്ലേഷനിൽ നിന്ന് സംരക്ഷിക്കുമോ എന്നതാണ്. അതിനാലാണ് ശരിയായ ഉത്തരം എന്നത് ബി ആണെന്ന്. ഇല്ല, അത് ഉറപ്പായും സംരക്ഷിക്കില്ല. ചോദ്യം നമ്പർ 38. ബോഡി കോർപ്പറേറ്റിന്റെ പ്രത്യേകത തിരിച്ചറിയുക. ബോഡി കോർപ്പറേറ്റിന് കുറഞ്ഞത് 10 ഓളം ഷെയർ ഹോൾഡർമാർ ഉണ്ടായിരിക്കണം. ബോഡി കോർപ്പറേറ്റിന് ഇക്വിറ്റി ഷെയറുകൾ ഇറക്കിയിരിക്കണം. ബോഡി കോർപ്പറേറ്റ് അതിന്റെ ഉടമകളിൽ നിന്ന് വേർതിരിഞ്ഞ് സ്വതന്ത്രമായ ഒരു നിയമസ്ഥാപനമായിരിക്കണം. ബോഡി കോർപ്പറേറ്റ് അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം. അതിനാൽ ശരിയായ ഉത്തരമാണ് ബോഡി കോർപ്പറേറ്റ് അതിന്റെ ഉടമകളിൽ നിന്ന് വേർതിരിഞ്ഞ് സ്വതന്ത്രമായ ഒരു നിയമസ്ഥാപനമായിരിക്കണം. അതിനാൽ ബോഡി കോർപ്പറേറ്റ് എന്നതിന്റെ അർത്ഥം തന്നെ നിയമപരമായ നിലനിൽപ്പുള്ള ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്. അതിന് നിയമപരമായ നിലനിൽപ്പുണ്ട്. അത് വേർതിരിച്ച നിയമപരമായ സ്വത്തുക്കളായിരിക്കണം. അതിനുള്ള നിയമപരമായ നിലനിൽപ്പ് അതിനെ രൂപീകരിക്കുന്ന വ്യക്തികളിൽ നിന്ന് വേറിട്ടതായിരിക്കണം. അതിനാലാണ് അതിന് അതിന്റെ അംഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു നിയമപരമായ സ്ഥാനം ലഭിക്കുന്നത്. അതിനാൽ ബോഡി കോർപ്പറേറ്റ് അതിന്റെ ഉടമകളിൽ നിന്ന് വേർതിരിച്ചുള്ള ഒരു സ്വതന്ത്ര നിയമസ്ഥാപനമായിരിക്കണം എന്നതാണ് ശരിയായ ഉത്തരമെന്ന് പറയാം. ഇതാണ് ബോഡി കോർപ്പറേറ്റിന്റെ ഒരു പ്രത്യേകത. ചോദ്യം നമ്പർ 39. ഇവയിൽ ഏതാണ് ടെക്നിക്കൽ അനാലിസിസിന്റെ അനിവാര്യ ഘടകമല്ലാത്തത് എന്ന് തിരിച്ചറിയുക. ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എന്നത് അതായത് നാം വിലയും വോള്യവും നോക്കി അനാലിസ്റ്റുകൾ സ്റ്റോക്ക് പ്രവചിക്കുന്ന ഒരു രീതിയാണ്. നമുക്ക് ഓപ്ഷനുകൾ എന്താണെന്ന് നോക്കാം. വിലയുടെ പിന്തുടർച്ചാ മാതൃക. രണ്ടാമത്, വ്യാപാരത്തിനുള്ള സമയപരിധിയുടെ സൂചന. നല്ല വോള്യം ശക്തിയും ട്രെൻഡും സൂചിപ്പിക്കുന്നു. മുകളിൽ പറഞ്ഞവയൊക്കെയും. അതിനാൽ ശരിയായ ഉത്തരമാണ് മുകളിൽ പറഞ്ഞവയൊക്കെയും. ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം വിലയുടെ പെരുമാറ്റം മനസ്സിലാക്കുന്നതിന് 3 പ്രധാന ഘടകങ്ങൾ ഉണ്ട്. ശരിയായ രീതിയിൽ ടെക്നിക്കൽ അനാലിസിസിൽ 3 മാതൃകകൾ ഉണ്ട്. പാസ്റ്റ് വിലകളുടെ ചരിത്രം, അടിസ്ഥാന ട്രെൻഡിന്റെയും ദിശയുടെയും സംരക്ഷണം. പാസ്റ്റ് വിലകളുടെ ചലനം നിങ്ങളെ ട്രെൻഡിലേക്ക് നയിക്കുന്നു. ഡയറക്ഷനുകളുടെ വോള്യം ഓഫ് ട്രേഡിംഗ്, കമ്പനി വിലയുടെ ചലനം എത്ര വോള്യത്തിൽ ട്രേഡിംഗ് നടന്നു എന്നതാണ്. ഉയർന്ന വോള്യത്തിൽ വാങ്ങൽ നടന്നു. ഉയർന്ന വോള്യത്തിൽ വിൽപ്പനയുണ്ടായാൽ അത് മുന്നോട്ടും തുടരാൻ സാധ്യതയുണ്ട്. വില നമ്മെ അറിയിക്കുന്നു. കൂടാതെ വിലയും വോള്യവും നിരീക്ഷിച്ച സമയവും. ആ സമയപരിധി എന്തായിരുന്നു, അതിൽ ഉണ്ടായ വിലയും വോള്യവും. ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനമാണ്. അതിനാൽ ഉത്തരം ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം. ചോദ്യം നമ്പർ 14. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രിൻസിപ്പൽ ഓഫീസർക്ക് ഏതെങ്കിലും വിഷയത്തിൽ സാധുവായ ഒരു ബിരുദം ഉണ്ടായിരിക്കണം. അപേക്ഷകൻ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നാണെങ്കിൽ നെറ്റ്വർത്തിന്റെ ആവശ്യകത ഇളവ് നൽകപ്പെടുന്നു. പ്രിൻസിപ്പൽ ഓഫീസർക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റിലും പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് 5 വർഷത്തെ അനുഭവം ഉണ്ടായിരിക്കണം. കൂടാതെ PMS രജിസ്ട്രേഷൻ അംഗീകാരം ഓൺലൈനായി ചെയ്യാൻ കഴിയില്ല. അതിനാൽ ശരിയായ വിവരങ്ങൾ നമുക്ക് നൽകേണ്ടതാണ്. ഇപ്പോൾ നോക്കൂ, പ്രിൻസിപ്പൽ ഓഫീസറുടെ യോഗ്യതയെക്കുറിച്ച് റെഗുലേറ്ററുടെ ആവശ്യകത എന്താണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതിനായി ചാപ്റ്ററിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഓഫീസർക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ ബന്ധപ്പെട്ട ഇക്വിറ്റി പ്രവർത്തനങ്ങളിൽ കുറഞ്ഞത് 5 വർഷത്തെ അനുഭവം ഉണ്ടായിരിക്കണം. അതിനാൽ ശരിയായ ഉത്തരമാണ് ഡി. പ്രിൻസിപ്പൽ ഓഫീസർക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ ബന്ധപ്പെട്ട ഇക്വിറ്റികളിൽ കുറഞ്ഞത് 5 വർഷത്തെ അനുഭവം ഉണ്ടായിരിക്കണം. അതിനാൽ PMS രജിസ്ട്രേഷൻ സമയത്ത് റെഗുലേറ്റർ ആവശ്യപ്പെടുന്ന ഈ 3 കാര്യങ്ങളും ആവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം ശരിയായ ഉത്തരമാണ് സി. ചോദ്യം നമ്പർ 41. താഴെ പറയുന്നവയിൽ ഏതാണ് PMS? ഇൻവെസ്റ്റ്മെന്റിന്റെ ചെലവിൽ ഉൾപ്പെടാത്തത് എന്ന് തിരിച്ചറിയുക. ഫ്രാങ്കിംഗ് ചാർജ്, ബ്രോക്കറേജ് ചാർജ്, ലിസ്റ്റിംഗ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്. അതിനാൽ ലിസ്റ്റിംഗ് ഫീസ് PMS. ഇൻവെസ്റ്റ്മെന്റിന്റെ ചെലവിൽ ഉൾപ്പെടുന്നില്ല. അതിനാൽ ഇവിടെ നമുക്ക് ലിസ്റ്റിംഗ് ഫീസ് നൽകേണ്ടതില്ല. മറ്റുള്ള ചാർജുകൾ നാം നൽകേണ്ടി വരും. ചില ചാർജുകൾ ഞാൻ നിങ്ങളോട് പറയുന്നു. PMS ക്ലയന്റുകൾക്ക് നൽകേണ്ടതായ ബ്രോക്കറേജ് ചാർജും ട്രാൻസാക്ഷൻ ചെലവും നൽകേണ്ടതുണ്ട്. രജിസ്ട്രാർ ട്രാൻസ്ഫർ ഫീസ് നൽകേണ്ടതുണ്ട്. റാങ്കിംഗ് പോലുള്ള സ്റ്റോർ പ്രൊഫഷണൽ സർവീസുകൾക്കുള്ള ചാർജുകളും നൽകേണ്ടതുണ്ട്. ചാർജുകളും മോട്ടറൈസേഷൻ ഫീസും നൽകേണ്ടി വരാം. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫീസുകളും ഈടാക്കപ്പെടുന്നു, പക്ഷേ ലിസ്റ്റിംഗ് ഫീസ് ഈടാക്കുന്നില്ല. അതിനാൽ ഉത്തരം സി. ലിസ്റ്റിംഗ് ഫീസ് ആണ്. ചോദ്യം നമ്പർ 4. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസായി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള റിപ്ലിക്കേഷൻ ഡാഷ്ബോർഡിൽ സമർപ്പിക്കാം.
എല്ലാ പോർട്ട്ഫോളിയോ മാനേജർമാരും ഈ ഘട്ടങ്ങൾ പാലിക്കണം. ഫോം എ ഷെഡ്യൂൾ 2, ഫോം ബി ഓഫ് ഷെഡ്യൂൾ 1, ഫോം എ ഷെഡ്യൂൾ 1 അല്ലെങ്കിൽ ഫോം ബി ഷെഡ്യൂൾ 3. അതിനാൽ ഒരു പോർട്ട്ഫോളിയോ മാനേജറായി പ്രവർത്തിക്കാൻ സെബിയിൽ നിന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നേടുന്നത് നിർബന്ധമാണ്. നിങ്ങൾക്ക് നിർബന്ധമായും സെബിയിൽ നിന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു PMS സർവീസ് നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അപേക്ഷ ഷെഡ്യൂൾ 1 ഫോം എയിൽ സമർപ്പിക്കേണ്ടതാണെന്ന് നമുക്ക് ഉറപ്പാക്കണം. ഇത് ഓർമ്മയിൽ സൂക്ഷിക്കണം, മറക്കരുത്. അപേക്ഷ ഷെഡ്യൂൾ 1 ഫോം എയിൽ സമർപ്പിക്കേണ്ടതാണെന്ന്. അതിനാൽ ശരിയായ ഉത്തരമാണ് സി, ഷെഡ്യൂൾ 1 ഫോം എ. ഈ ചോദ്യം 110% ഓരോ പരീക്ഷയിലും വരാറുണ്ട്. ചോദ്യം നമ്പർ 423. 2 ആസ്തി വിഭാഗങ്ങൾക്കിടയിലെ ദീർഘകാല സഹബന്ധ മാതൃകകൾ സമയത്തിനനുസരിച്ച് മാറില്ല എന്നത് ശരിയാണോ? അതെ, ഈ പ്രസ്താവന ശരിയാണ്, കാരണം അവയുടെ കാഷ് ഫ്ലോ മാതൃകകൾ മാറുന്നില്ല. ഇല്ല, പ്രസ്താവന തെറ്റാണ്, കാരണം മാക്രോ സാമ്പത്തിക ഘടകങ്ങളും നിക്ഷേപകരുടെ മുൻഗണനകളും മാറുന്നു. അതിനാൽ എ മാത്രം ശരിയാണോ, ബി മാത്രം ശരിയാണോ, എയും ബിയും രണ്ടും ശരിയാണോ, എയും ബിയും രണ്ടും തെറ്റാണോ എന്നിങ്ങനെയാണ് ഓപ്ഷനുകൾ. അതിനാൽ 2 ആസ്തി വിഭാഗങ്ങളിൽ കാണുന്ന ദീർഘകാല സഹബന്ധ മാതൃകകൾ സമയത്തിനൊത്ത് മാറുന്നില്ല. ആ ചോദ്യം നമ്മോട് പറയുന്നത് 2 ആസ്തി വിഭാഗങ്ങളിൽ ഉണ്ടായ ദീർഘകാല സഹബന്ധ മാതൃകയെക്കുറിച്ചാണ്. സാധാരണയായി അവ ഇത്ര എളുപ്പത്തിൽ മാറാറില്ല, സമയത്തിനൊത്ത് മാറാറില്ല. അതിനാൽ ആദ്യ ഓപ്ഷൻ ഈ പ്രസ്താവന ശരിയാണ് എന്ന് പറയുന്നു, കാരണം അവയുടെ കാഷ് ഫ്ലോ മാതൃകകൾ മാറുന്നില്ല. എന്നാൽ ബി പ്രസ്താവന തെറ്റാണ്, കാരണം സാമ്പത്തിക ഘടകങ്ങളും നിക്ഷേപകരുടെ മുൻഗണനകളും മാറുന്നു. അതിനാൽ ഉത്തരം ബി ആണ്. മാത്രമല്ല, ബി മാത്രമാണ് ശരി. അതായത് ബി എന്താണ്? ബി പ്രസ്താവന പറയുന്നത് പ്രസ്താവന തെറ്റാണ്, കാരണം മാക്രോ സാമ്പത്തിക ഘടകങ്ങളും നിക്ഷേപകരുടെ മുൻഗണനകളും മാറുന്നു. ശരിയാണോ? അതിനാൽ പ്രസ്താവന തെറ്റാണ്, അതാണ് ഇത്. ഈ കാര്യം ശരിയാണ്. എന്തുകൊണ്ട്? കാരണം ഇത് ഒരിക്കലും ശരിയല്ല. 2 ആസ്തി വിഭാഗങ്ങൾക്കിടയിലെ ദീർഘകാല സഹബന്ധ മാതൃകകൾ സമയത്തിനൊത്ത് മാറുന്നില്ലെന്ന് പറയുന്നത്. ദീർഘകാല സഹബന്ധം 2 ആസ്തി വിഭാഗങ്ങൾക്കിടയിൽ മാറാൻ സാധ്യതയുണ്ട്. ശരി. ചോദ്യം നമ്പർ 21. പോർട്ട്ഫോളിയോ മാനേജർ പെർഫോമൻസ് ഫീസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പോർട്ട്ഫോളിയോയുടെ മൂല്യം മുമ്പത്തെ ഹൈ വാട്ടർ മാർക്കിനെ കടന്നു പോകുമ്പോൾ മാത്രമാണ് പെർഫോമൻസ് ഫീസ് ഈടാക്കുന്നത്. പോർട്ട്ഫോളിയോയുടെ മൂല്യത്തിന്റെ റിട്ടേൺ നിരക്ക് ഒരു ഹർഡിൽ നിരക്കിനെ കടന്നു പോകുമ്പോൾ മാത്രമാണ് പെർഫോമൻസ് ഫീസ് ഈടാക്കുന്നത്. മുകളിൽ പറഞ്ഞ രണ്ടും അല്ലെങ്കിൽ ഒന്നും അല്ല. ശരിയായ ഉത്തരമാണ് മുകളിൽ പറഞ്ഞ രണ്ടും. ശരി. അതിനാൽ പെർഫോമൻസ് ഫീസ് ഈടാക്കുന്നത് മുൻകാല ഹൈ വാട്ടർ മാർക്കും പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ നിരക്ക് ഹർഡിൽ നിരക്കിനെയും കടന്നു പോകുമ്പോഴും മാത്രമാണ്. അതിനാൽ ഇത് വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നു. കൂടാതെ ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് ആണ് ശരിയായ ഉത്തരമെന്ന്. ബോണ്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ബോണ്ടിന്റെ മുഖവിലയും മാർക്കറ്റ് വിലയും എപ്പോഴും ഒരുപോലെയാണ്. ബോണ്ടുകളിൽ എംബെഡഡ് ഓപ്ഷനുകൾ ഉണ്ടാകാൻ കഴിയില്ല. ചില തരത്തിലുള്ള ബോണ്ടുകൾ തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. എല്ലാ ബോണ്ടുകളും കമ്പനിയിൽ ഉടമസ്ഥാവകാശം സൃഷ്ടിക്കുന്നു. അപ്പോൾ നമ്മൾ 2 പ്രസ്താവനകൾ പറയേണ്ടതുണ്ട്. അതിൽ ഒന്നാണ് ചില തരത്തിലുള്ള ബോണ്ടുകൾ തിരിച്ചടയ്ക്കേണ്ടതില്ല. ശരി. എങ്ങനെ ചില തരത്തിലുള്ള ബോണ്ടുകൾ തിരിച്ചടയ്ക്കേണ്ടതില്ലെന്ന് പറയാം? അതായത് അവയ്ക്ക് മാച്യൂരിറ്റി ഇല്ലാത്ത പർപ്പച്വൽ ബോണ്ടുകളാണ്. പർപ്പച്വൽ ബോണ്ടുകൾക്ക് മാച്യൂരിറ്റി ഇല്ല. അതിനാൽ തന്നെ പ്രസ്താവന ശരിയാണ്. ചില തരത്തിലുള്ള ബോണ്ടുകൾ തിരിച്ചടയ്ക്കേണ്ടതില്ല. ചോദ്യം നമ്പർ 21. പോർട്ട്ഫോളിയോ അട്രിബ്യൂഷൻ അനാലിസിന്റെ പ്രധാന ഉദ്ദേശ്യം എന്താണ്? എന്നാൽ പോർട്ട്ഫോളിയോ മാനേജറുടെ കഴിവ് മൂലം ഉണ്ടാകുന്ന വ്യത്യസ്തമായ റിട്ടേൺ കണ്ടെത്തുക. വ്യക്തിഗത സ്ഥാപനങ്ങൾ പോർട്ട്ഫോളിയോ റിട്ടേണിൽ എത്രമാത്രം സംഭാവന ചെയ്യുന്നു എന്ന് കണ്ടെത്തുക. സെക്ടറൽ റിട്ടേണുകൾ പോർട്ട്ഫോളിയോ റിട്ടേണിൽ എത്രമാത്രം സംഭാവന ചെയ്യുന്നു എന്ന് കണ്ടെത്തുക. അതിനാൽ നാം പോർട്ട്ഫോളിയോ അട്രിബ്യൂഷൻ അനാലിസിസ് നടത്തുന്നത് പോർട്ട്ഫോളിയോ മാനേജറുടെ കഴിവ് മൂലം ഉണ്ടാകുന്ന വ്യത്യസ്തമായ റിട്ടേൺ കണ്ടെത്താനാണ്. ശരി. അത്ര സിമ്പിളായ കാര്യമാണ്. അതിനാൽ പോർട്ട്ഫോളിയോ അട്രിബ്യൂഷൻ അനാലിസിസ് എന്നത് സ്കിൽ സംബന്ധിച്ച കാര്യമാണ്. എങ്ങനെ ആ ഡിഫറൻഷ്യൽ റിട്ടേൺ, അതായത് അധിക റിട്ടേൺ, ഫണ്ട് മാനേജർ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജർ നിങ്ങൾക്ക് ഉണ്ടാക്കി നൽകിയതെല്ലാം പോർട്ട്ഫോളിയോ മാനേജറുടെ കഴിവ് കൊണ്ടാണോ അല്ലെങ്കിൽ അത് യാദൃശ്ചികമായി ഉണ്ടായതാണോ എന്നതാണ് പരിശോധിക്കുന്നത്. അതിനാലാണ് പോർട്ട്ഫോളിയോ അട്രിബ്യൂഷൻ അനാലിസിന്റെ ആവശ്യം നമുക്ക് ഉണ്ടാകുന്നത്. ചോദ്യം നമ്പർ. സെബി ഒരു PMSന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുമ്പ് അപേക്ഷകൻ നിയമിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ഏതാണ്? എ. കംപ്ലയൻസ് ഓഫീസർ, പ്രിൻസിപ്പൽ ഓഫീസർ. കുറഞ്ഞത് ഒരാൾ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയിരിക്കണം. കൂടാതെ കുറഞ്ഞത് 2 വർഷത്തെ സെക്യൂരിറ്റീസ് മാർക്കറ്റ് സംബന്ധമായ പ്രവർത്തനങ്ങളിൽ അനുഭവം ഉണ്ടായിരിക്കണം. അതിനാൽ എ മാത്രം, ബി ശരിയാണ്. ബി സി മാത്രമാണ് ശരിയുള്ളത്. എ സി മാത്രമാണ് ശരിയുള്ളത്. എ ബി സി എല്ലാം ശരിയാണ്. അതിനാൽ ശരിയായ ഉത്തരമാണ് എ ബി സി എല്ലാം ശരിയാണ്.
ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുമ്പ് ഒരു റെഗുലേറ്റർ ഉറപ്പാക്കണം ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ കൈവശം ഉണ്ടാകണം. ഒരു കംപ്ലയൻസ് ഓഫീസർ ഉണ്ടായിരിക്കണം, ഒരു പ്രിൻസിപ്പൽ ഓഫീസർ ഉണ്ടായിരിക്കണം, കൂടാതെ ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. ആ വ്യക്തി ഏതെങ്കിലും സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിരിക്കണം. കൂടാതെ കുറഞ്ഞത് 2 വർഷം സെക്യൂരിറ്റീസ്, മാർക്കറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സേവനങ്ങളിൽ അനുഭവം ഉണ്ടായിരിക്കണം. ഒരു കോൾ ഓപ്ഷൻ എപ്പോഴാണ് ഔട്ട് ഓഫ് ദ മണി ആയി കണക്കാക്കുന്നത്? എപ്പോഴാണ് കോൾ ഓപ്ഷനെ ഓഡിയം എന്ന് പറയുന്നത്? ഇത് ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മാർക്കറ്റ് വില സ്ട്രൈക്ക് വിലയേക്കാൾ കുറവായിരിക്കുമ്പോൾ, മാർക്കറ്റ് വില ഒഡിസി വിലയ്ക്ക് സമമായിരിക്കുമ്പോൾ, മാർക്കറ്റ് വില സ്ട്രൈക്ക് വിലയ്ക്ക് സമമായിരിക്കുമ്പോഴും മാർക്കറ്റ് വില സ്ട്രൈക്ക് വിലയേക്കാൾ കൂടുതലായിരിക്കുമ്പോഴും. അതിനാൽ ഉത്തരം മാർക്കറ്റ് വില സ്ട്രൈക്ക് വിലയേക്കാൾ കുറവായിരിക്കുമ്പോൾ. അതിനാൽ ഒരു കോൾ ഓപ്ഷന്റെ മാർക്കറ്റ് വില അതിന്റെ സ്ട്രൈക്ക് വിലയേക്കാൾ കുറവായാൽ അതിനെ നാം ഓഡിയം എന്ന് വിളിക്കുന്നു. അത് അർത്ഥം മാർക്കറ്റ് വില കുറവായാൽ ഔട്ട് ഓഫ് ദ മണി, സമമായാൽ അറ്റ് ദ മണി, കൂടുതൽ ആയാൽ ഇൻ ദ മണി എന്ന് വിളിക്കും. ചോദ്യം നമ്പർ 25. ഒരു നിക്ഷേപകൻ അടുത്ത കാല ലക്ഷ്യങ്ങൾക്കായി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു, കൂടാതെ മൂല്യവ്യത്യാസങ്ങൾക്കുള്ള സഹിഷ്ണുത കൂടുതലില്ല. ഈ സാഹചര്യത്തിൽ നിക്ഷേപത്തിനുള്ള ഓപ്ഷനുകൾ ഡിവിഡൻഡ് നൽകുന്ന ബ്ലൂ ചിപ്പ് ഷെയറുകൾ, മികച്ച റേറ്റിംഗ് ഉള്ള ദീർഘകാല ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റികൾ, ഗവൺമെന്റ് ബില്ലുകൾ, മിഡ് ആൻഡ് സ്മോൾ ക്യാപ് ഫണ്ടുകൾ എന്നിവയിലേക്കാണ് പരിമിതപ്പെടുത്തേണ്ടത്. അപ്പോൾ കാണും, വളരെ അടുത്ത കാലത്തേക്കുള്ള പണമാണ് അവനുള്ളത്, കൂടാതെ അവന്റെ റിസ്ക് സഹിഷ്ണുതയുമില്ല. ഏതെങ്കിലും മാറ്റം അവൻ ആഗ്രഹിക്കുന്നില്ല, ശരിയാണല്ലോ? അപ്പോൾ ഈ സാഹചര്യത്തിൽ നാം അവനു എന്തു നൽകും? അതിനാൽ ശരിയായ ഉത്തരമാണ് ഗവൺമെന്റ് ബില്ലുകൾ. നാം അവന് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് ഫണ്ടുകൾ നൽകാൻ കഴിയില്ല. ടോപ്പ് റേറ്റഡ് ലോങ് ഡ്യൂറേഷൻ ഫിക്സ്ഡ് ഇൻകമിലേക്കും പോകാൻ കഴിയില്ല, കാരണം അവിടെയും പലിശ നിരക്ക് സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. ഡിവിഡൻഡ് നൽകുന്ന ബ്ലൂ ചിപ്പ് ഷെയറുകളിലേക്കും നാം ഒരിക്കലും പോകാൻ കഴിയില്ല. അതിനാലാണ് ഗവൺമെന്റ് ബില്ലുകളിൽ നാം നിക്ഷേപം നിർബന്ധമായും നടത്താൻ കഴിയുന്നത്. മറ്റുള്ളവയിൽ നാം നിക്ഷേപം നടത്താൻ കഴിയില്ല. ചോദ്യം നമ്പർ 50. സെബി റെഗുലേഷൻസ് പ്രകാരം PMS ഒരു ക്ലയന്റിൽ നിന്ന് സ്വീകരിക്കാവുന്ന ഫണ്ടുകളും സെക്യൂരിറ്റീസുകളും എത്രയാണ് കുറഞ്ഞത് എന്നതാണ് ചോദ്യം. 25 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയോ അതോ 1.5 കോടിയോ? പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സേവനങ്ങൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് റെഗുലേഷൻസ് പ്രകാരം സെബിയാണ് നിയന്ത്രിക്കുന്നത്. കൂടാതെ അക്കൗണ്ട് തുറക്കുന്ന സമയത്ത് കുറഞ്ഞത് 50 ലക്ഷം രൂപയും കുറഞ്ഞത് 50 ലക്ഷം രൂപ മൂല്യമുള്ള സെക്യൂരിറ്റികളും ക്ലയന്റിൽ നിന്ന് വാങ്ങണമെന്ന് സെബി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ക്ലയന്റിന് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സേവനം നൽകുന്നതിനായി ഇത് ആവശ്യമാണ്. അതിനാൽ ഉത്തരം ബി 50 ലക്ഷം രൂപയാണ്. അപ്പോൾ ഗൈസ്, ഈ മോക്ക് ടെസ്റ്റിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. നാം ഈ മോക്ക് ടെസ്റ്റിൽ 50 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി. നിങ്ങൾക്ക് ഇവ ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ 50 ചോദ്യങ്ങൾ വിശദീകരണത്തോടുകൂടി ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. ഈ 50 ചോദ്യങ്ങളും നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യണം, കാരണം ഇവ ആവർത്തിച്ച് വരാറുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നു. പക്ഷേ വീണ്ടും ഞാൻ അതേ പറയാം, നിങ്ങൾ മുഴുവൻ പാഠ്യപദ്ധതിയും പഠിച്ചിട്ടാണ് പോകേണ്ടത് എന്നതാണ് ഉചിതം. നമ്മുടെ പാസ് ഫോർ ഷോർ എന്ന NSM വീഡിയോസും നിങ്ങൾ കാണാം. അതിനുശേഷം മാത്രമേ നിങ്ങൾ മോക്ക് ടെസ്റ്റിലേക്ക് കടക്കേണ്ടതുള്ളൂ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിൽ തുടർന്നിരുന്നതിന് വളരെ നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, വീഡിയോ ഷെയർ ചെയ്യൂ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പാസ് ഫോർ ഷോർ എന്ന പേരിൽ ഞങ്ങൾ NSM 21 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എക്സാം സംബന്ധിച്ച് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും കാണാൻ മറക്കരുത്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ബട്ടണിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് കാണാം. അതിനാൽ ദയവായി ഈ വീഡിയോസ് കാണൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളോട് പറയൂ. വളരെ നന്ദി.